ദൈവദാസന്മാരോ ദൈവമോ യേശുക്രിസ്തുവോ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളുടെ പിമ്പിൽ വ്യാപരിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാണ്. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ദൈവിക തൃത്വവും ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുണ്ട്. 2, ബൈബിളിൽ ആത്മവ്യാപാരത്താൽ നടന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? മിറക്കിൾ ക്രൂസൈഡൊക്കെ നടക്കുന്ന കാലമായതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഏത് അത്ഭുതങ്ങൾ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക, ദൈവാത്മ വ്യാപാരത്താൽ നടക്കുന്ന എല്ലാ ആ അത്ഭുതങ്ങൾക്കും പിമ്പിൽ ഒരു ആത്മിക ലക്ഷ്യമുണ്ട്. നമ്മൾക്ക് കാനായിലെ കല്യാണം തന്നെ എടുക്കാം. ആ അത്ഭുതം അഥവാ അടയാളം, അതിൻ്റെ പിമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം എന്തായിരുന്നു? 2 പ്രധാന ലക്ഷ്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. 2 ആത്മിക ലക്ഷ്യങ്ങൾ യേശുക്രിസ്തു ചെയ്ത ആദ്യ അത്ഭുതത്തിൻ്റെ പിമ്പിൽ തന്നെയുണ്ട്. എന്താ? 1, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. 2, ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടുത്തെ ഈ അത്ഭുതം കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് ശിഷ്യന്മാർ അല്ലാത്തവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. ഇനി ഇപ്പം ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവാത്മാവിനാൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്ന അത്ഭുതങ്ങളിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അതിൻ്റെ പിമ്പിലുണ്ട്. 1, ആത്മാവിൻ്റെ വ്യാപാരമുണ്ട്. 2, ഏത് അത്ഭുതത്തിൻ്റെയും പിമ്പിൽ ഒരു ആത്മിക, 1 അതിൽ അധികമോ ആത്മിക ലക്ഷ്യങ്ങളുണ്ട്. 3ാമതായി, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഉള്ളിൽ ഒരു ആത്മീക പാഠമുണ്ട്. ബൈബിളിൽ ദൈവം, ത്രിയേക ദൈവം എന്ന് ഞാൻ പറയട്ടെ, ത്രിയേക ദൈവവും യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്തും, ത്രിയേക ദൈവത്വത്തിൽ മനുഷ്യനായി വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്തും അപ്പോസ്തലന്മാരും ഇതര ദൈവദാസന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ദൈവദാസന്മാരും ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും ഈ 3 കാര്യങ്ങൾ അതിൻ്റെ പിമ്പിലുണ്ടായിരുന്നു. 1, പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പിമ്പിൽ വ്യാപരിച്ചത്. 2, എല്ലാ അത്ഭുതങ്ങൾക്ക് പിമ്പിലും ഒരു ആത്മീക, 1 അതിൽ അധികമോ ആത്മിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. 3, ഏത് അത്ഭുതങ്ങൾക്ക് പിമ്പിലും ഒരു ആത്മീക പാഠമുണ്ട്.